കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കൊടകര പഞ്ചായത്തിലെ വല്ലപ്പാടിയിൽ നിർമ്മിക്കുന്ന ഷീ വർക്ക് സ്പേസിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചു. നിർമ്മാണം നടക്കുന്ന സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു ഇവർ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൈക്കൂലി കേസിൽ വിജിലൻസ് പിടികൂടിയിരുന്നു. കൈക്കൂലി കേസിൽ പിടിയിലായ ഉദ്യോഗസ്ഥനാണ് ഈ പ്രോജക്ടിന്റെ മേൽനോട്ടക്കാരൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ പദ്ധതി വൻ അഴിമതി നിറഞ്ഞതാണെന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ വർക്ക് നിന്നിട്ട് 5 മാസമായി കഴിഞ്ഞിരിക്കുന്നു. ആ എടുത്തവർ പറഞ്ഞത് അവർക്ക് ഫണ്ട് കിട്ടുന്നില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഇവിടെ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇവിടെ കമ്പി മുഴുവൻ തുരുമ്പ് പിടിച്ചിരിക്കുന്നു, വർക്ക് അനാഥമായി ആരും നോക്കാനില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു. ഈ വർക്കിൽ അഴിമതിയുണ്ട്. കാരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കഴിഞ്ഞ ദിവസം വിജിലൻസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ കോടതി ജയിലിലടച്ചു. അദ്ദേഹം 56,000 രൂപ ഒരു ദിവസം കൈക്കൂലിയായി വാങ്ങിച്ചിരിക്കുന്നു. കോൺട്രാക്ടർമാർ 1 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ഒക്കെ വർക്ക് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പണം കൈക്കൂലിയായി ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈപ്പറ്റിയിരിക്കുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് 30 കോടി രൂപ എസ്റ്റിമേറ്റുള്ള ഈ ബ്ലോക്കിലെ ഒപ്പം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു വർക്കാണ്. ഈ വർക്കിൽ അഴിമതിയുണ്ട് എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. കൂടാതെ ഇവിടെ നിർമ്മാണം നിലച്ചിട്ട് 5 മാസത്തോളമായെന്നും കമ്പികളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. പുതുക്കാട് UDF ചെയർമാൻ KL ജോസ് മാസ്റ്റർ, DCC സെക്രട്ടറി TM ചന്ദ്രൻ, അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, രഞ്ജിത്ത് VR, ബാബു കൊട്ടേക്കാട്ടുകാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രനില ഗിരീശൻ, ഷീബ ജോഷി, ബിജി ഡേവിസ് എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. വരും ദിവസങ്ങളിൽ നിരവധി സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. അഴിമതിയുടെ കേളീരംഗമായി ഈ പ്രദേശം, ഈ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പ്രോജക്റ്റുകൾ മാറുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFന്റെ നേതൃത്വവും മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഈ സന്ദർശനോദ്ദേശം എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു.